ഹോണ്ട എലിവേറ്റ് ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1500 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ ചെന്നൈയിൽ പോയി വെഹിക്കിൾ എടുത്തു, ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോ ഹോണ്ട എലിവേറ്റ് ഞാൻ നേരത്തെ ഓടിച്ചിട്ട് CVT ആണ് ഓടിച്ചത്. ഇത് ആക്ച്വലി മാനുവലാണ് കേട്ടോ, ഒരു കിക്കാസ് മാനുവലാണ് എന്ന് തന്നെ പറയണം. കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് ടോപ്പ് തിങ്സ്, അതായത് ഹോണ്ട എലിവേറ്റിൽ എനിക്കിഷ്ടമുള്ള പോയിൻറ്സും ഇഷ്ടമല്ലാത്ത പോയിൻറ്സുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, പക്ഷേ ഹോണ്ട എലിവേറ്റിൻ്റെ എല്ലാ പോയിൻറ്സും കവർ ചെയ്യും. സോ വെൽക്കം ടു മൈ ചാനൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. സോ ഹോണ്ട എലിവേറ്റിൻ്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SUV പ്രൊപ്പോർഷൻസ്. ഹോണ്ട എലിവേറ്റിന് ആക്ച്വലി 220 mm ക്ലാസ് ലീഡിംഗ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഹോണ്ട BRV, അതുപോലെ തന്നെ ഹോണ്ട WRVക്ക് ഇല്ലാത്ത രീതിക്കുള്ള ഒരു SUV ഡിസൈനോട് കൂടിയിട്ട് വരുന്നതാണ് ഹോണ്ട എലിവേറ്റ്. സോ പ്രോപ്പർ ഒരു SUV ഇമേജ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഹോണ്ട എലിവേറ്റിലൂടെ എന്ന് തന്നെ എടുത്ത് പറയണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ ഡിസൈൻ പ്രൊപ്പോർഷൻസും അതുപോലെ തന്നെ അടിപൊളി 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. സോ പ്രോപ്പർ SUV ലുക്സ് മാത്രമല്ല, അടിപൊളി SUV കൈൻഡ് ഓഫ് സ്പേസിംഗ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ. 458 ലിറ്റർ ക്ലാസ് ലീഡിംഗ് ബൂട്ട് സ്പേസാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് സാധനങ്ങൾ ലോഡ് ചെയ്യാനും എടുത്തു വയ്ക്കാനും പറ്റും. അതുമാത്രമല്ല 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിൽ ലഗേജ് കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ കൺവീനിയൻ്റ് ആണ്. അതെനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ് ആണെന്ന് പറയണം. ഓൾ LED ലൈറ്റിംഗ് ആണ് വരുന്നത്. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ LED ടെയിൽ ലൈറ്റ്സ്, അതുപോലെ തന്നെ 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു പക്ക ലോഡഡ് ആയിട്ടുള്ള ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്നത്. 2650 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതായത് 50 mm ഹോണ്ട സിറ്റിയേക്കാളും കൂടുതലാണ് വീൽ ബേസ് വരുന്നത്. സോ വീൽ ബേസ് കൂടുന്തോറും എന്താ സംഭവിക്കുക? ഇൻറ്റീരിയർ സ്പേസ് കൂടും. അടിപൊളി ലെഗ് റൂമും ഹെഡ് റൂമോ വരുന്നത് കണ്ടില്ലേ? അതാണ് പറഞ്ഞത്, വീൽ ബേസ് കൂടുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് കൂടും. സോ ബാക്ക് സീറ്റിൽ ആക്ച്വലി 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ അടിപൊളി വീൽ ബേസും അടിപൊളി ഇൻറ്റീരിയർ സ്പേസും എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഹോണ്ട എലിവേറ്റിൽ. ഒരു പ്രോപ്പർ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാറാണ് എന്ന് തന്നെ എടുത്തു പറയണം. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 5.2 meters ആണ്. അതായത് സിറ്റിക്കകത്ത് ഓടിക്കാനായിട്ട് ഒരു ഈസി പീസി വെഹിക്കിളാണ് എന്ന് തന്നെ പറയണം. കാരണം ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ട സിറ്റിക്കകത്ത് ഓടിക്കാനായിട്ട്. അത്യാവശ്യം വലിയൊരു വെഹിക്കിൾ ആണെങ്കിൽ പോലും സിറ്റിക്കകത്ത് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. എസ്പെഷ്യലി ടേണിംഗ് റേഡിയസ് 5.2 meters മാത്രമേ ഉള്ളൂ. ഹോണ്ടയുടെ 17-inch അലോയ് വീൽസ് വരുന്നത്. ആക്ച്വലി വെഹിക്കിൾ പ്രൊപ്പോർഷൻസിന് പക്ക മാച്ചിങ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അലോയ് വീൽസ് വരുന്നത്. പക്ക മാച്ചിങ് ആണ്. പക്ഷേ ലാർജർ വീൽ ഇത് എന്താ പറയുക, ഈ വീൽ വെൽസ് ആക്ച്വലി കുറച്ച് വലുതാണ്. അപ്പോൾ 18 inch വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നില്ല, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വരുന്നില്ല ഹോണ്ട എലിവേറ്റിൽ. പുറകിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല. മിഡിൽ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ഫ്രണ്ടിൽ എവിടെയും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ക്യാമറ പോപ്പപ്പ് ചെയ്യും, പക്ഷേ 360 ഡിഗ്രി ക്യാമറ ഇല്ല. അത് വലിയൊരു മിസ്സാണ്. ആക്ച്വലി ഒരു സിംഗിൾ പെയിൻ റൂഫേ വരുന്നുള്ളൂ. പനോരമിക് സൺറൂഫ് വരുന്നില്ല, വിച്ച് ഈസ് അഗൈൻ എ ബിഗ് മിസ്. അടിപൊളി കംഫർട്ടബിളായ സീറ്റ്സ് ആണ്, പക്ഷേ സീറ്റ് കൂളേഴ്സ് വരുന്നില്ല കേട്ടോ. സമ്മറിൽ ഈ ഒരു സെഗ്മെന്റ് ഓഫ് വെഹിക്കിൾ സീറ്റ് കൂളേഴ്സ് മസ്റ്റ് ആയിരുന്നു. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ചീപ്പ് പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ പവർ വിൻഡോസിന് 1 touch ഡൗൺ ഓപ്ഷൻ വരുന്നില്ല. അത് വലിയൊരു മിസ്സാണ്. അതുപോലെ തന്നെ 1 touch അപ്പ് മാത്രം വരുന്നത്. ഓൺലി ഡ്രൈവർ സീറ്റിന് മാത്രമേ 1 touch ഡൗൺ ആൻഡ് 1 touch അപ്പ് ഓപ്ഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹോണ്ട എലിവേറ്റിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഭയങ്കര സ്മൂത്താണ് കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇതേ സെയിം ഞാൻ തന്നെയാണ് പറഞ്ഞത്, CVT ഓടിക്കാൻ കുറച്ച് ബോറിംഗ് ആണെന്ന്. ഒബ്വിയസ്ലി CVT ഓടിക്കാൻ കുറച്ച് ബോറിങ്ങും CVT ഓടിക്കാൻ കുറച്ച് എക്സൈറ്റിങ്ങും അല്ല ഹോണ്ട എലിവേറ്റിൻ്റെ CVT തന്നെ കേട്ടോ. പക്ഷെ മാനുവൽ ഉണ്ടല്ലോ, മുത്താണ് എന്ന് തന്നെ പറയണം. കാരണം 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. 119 bhp പവറും 145 Nm ഓഫ് ടോർക്കുമാണ്. 1.5 ലിറ്റർ എഞ്ചിൻ. ഇത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ഈ ഒരു സെഗ്മെന്റിൽ കാണാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവാം. കാരണം 6th ഗിയറിൽ ഏകദേശം 40 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. കാരണം അത്രയും ലോ എൻഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും, ലോ സ്പീഡിൽ. ഇപ്പം ഞാൻ 50 കിലോമീറ്റേഴ്സിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, 6th ഗിയറിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ 6th ഗിയറിൽ തന്നെ നമുക്ക് ഹൈ സ്പീഡിലും പോകാൻ പറ്റും. പക്ഷേ പഴയ സിറ്റി അല്ലെങ്കിൽ പഴയ ഒരു VTECന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിക്കുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ബോക്സിന് ഒരു ഡുവൽ ഫേസ് ഉണ്ട് എന്ന് പറയണം, ഡുവൽ ക്യാരക്ടർ ഉണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഇതൊരു സ്മൂത്തർ സൈഡാണ്. ഇനി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 3rd ഗിയറിലാണ്.
ഇതിൻ്റെ റെഡ് ലൈൻ RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6750 RPM ആണ് റെഡ് ലൈൻ വരുന്നത്. റെഡ് ലൈനിൽ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇപ്പോൾ 3rd ഗിയറിലാണ്. ഈസി ആയിട്ട് റെഡ് ലൈൻ എത്താൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തോട്ടെ. 2nd ഗിയറിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ 2nd ഗിയറിലിട്ടു. 2nd ഗിയറിലിട്ടിട്ട് റെഡി. ട്രാഫിക് ഒന്ന് മൂവ് ആയിക്കോട്ടെ. അമേസിങ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് എൻജിൻ നോട്ട് ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ 7000 RPM വരുമ്പോൾ ആ ഒരു കിക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു റെഡ് ലൈൻ അടിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അമേസിങ് ഫീൽ ആണെന്ന് തന്നെ പറയണം. അതുകൊണ്ട് എനിക്ക് ഹോണ്ട എലവേറ്റ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൾട്രാ സ്മൂത്ത് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനും ക്യാബിനും ഡ്രൈവ് ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്, ഒരു ഡുവൽ ക്യാരക്ടറുള്ള ഒരു ഗിയർ ബോക്സ് ഞാൻ കണ്ടിട്ടില്ല. കാരണം സ്പീഡ് ചെറുതായിട്ട് റേസ് ആവുന്നുള്ളൂ, ടെർബോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു വെഹിക്കിളാണ് ഹോണ്ട എലവേറ്റ്. ഒരു ഡുവൽ ക്യാരക്ടറാണ്. നമുക്ക് ഒരുപാട് ഇതിൽ അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ സ്മൂത്തായിട്ടും ഓടിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു കിക്ക് ഉണ്ടല്ലോ, RPM റെഡ് ലൈനിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക്, അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെ പറയണം. കാരണം കിക്കാസ് എക്സ്പീരിയൻസ് ആണത്. സോ ഹോണ്ട എലവേറ്റിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഒരു ഹോണ്ടയുടെ റിലയബിലിറ്റി, അല്ലെങ്കിൽ ജാപ്പനീസ് ടെക്നോളജി, അല്ലെങ്കിൽ ജാപ്പനീസ് സ്മൂത്ത്നെസ്, ജാപ്പനീസ് കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോണ്ടയിലോട്ട് വരണം. ഹോണ്ട എലവേറ്റ് ആക്ച്വലി ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണെന്ന് തന്നെ എടുത്ത് പറയണം. കാരണം ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പ്യോർ ജോയ് ആണ്, മാനുവൽ കേട്ടോ. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, SUV ആണ് ഹോണ്ട എലവേറ്റ്. ഇൻ ടേംസ് ഓഫ് സ്പേസ്, ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻസ്, ഇൻ ടേംസ് ഓഫ് ഡിസൈൻ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ 5 സ്റ്റാർ തന്നെ കൊടുക്കും ഹോണ്ട എലവേറ്റിന്. സോ ഓവറോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റൈവൽസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള വളരെ സ്മൂത്ത് ആൻഡ് പ്ലഷ് ആയിട്ടുള്ള ഒരു SUV ആണ് ഹോണ്ടയുടെ എലവേറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. സോ നല്ല അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.